ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോകുക കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു 3 പേരും കൂടെ ഉണ്ട്. നമ്മളപ്പോൾ പോകുന്ന വഴി ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്ത് നേരെ സ്കോട്ട്ലാൻഡിലോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. 7-8 മണിക്കൂർ ഡ്രൈവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ ആയിട്ടാട്ടോ ഇറങ്ങിയത്. സ്നാക്സിനായിട്ട് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നേ എടുത്തിരുന്നത്. ഈ ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ബോക്സ് തുറന്ന ഹർഷക്ക് കൊടുത്തപ്പോ ഉണ്ടല്ല ഈ റിയാക്ഷൻ ആയിരുന്നു. ഞാൻ ഇത് റീടേക്ക് എടുപ്പിച്ചതാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ലേ, പിന്നെ എനിക്ക് ഈ റിയാക്ഷൻ കണ്ടപ്പോ എങ്ങനെ ഞാൻ വീഡിയോ എടുക്കാതെ ഇരിക്കണ ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് ആണ് ഉണ്ട്. ഇത് ഞാൻ പറയിപ്പിച്ചതൊന്നുമല്ല കേട്ടോ. ഹർഷയുടെ റിയാക്ഷനിൽ ഞാനും ഒന്ന് വിചാരിച്ചു, ദൈവമേ ഇത്രയും ടേസ്റ്റ് ഉണ്ടോ എന്റെ ചിക്കൻ കട്ട്ലേറ്റിൽ നിന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരെയും പിക്ക് ചെയ്ത് യാത്ര തുടങ്ങിയിട്ടോ. സ്കോട്ട്ലാൻഡിൽ മെയിൻ ആയിട്ട് വരുന്ന സിറ്റീസ് ആട്ടോ ഗ്ലാസ്ഗോ, എഡിംബ്ര, ഇൻവേർനസ് എന്നൊക്കെ. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് സ്കോട്ട്ലാൻഡിലെ ചരിത്രവും സംസ്കാരവും അതുപോലെ തന്നെ സംഗീത രാഗവും നിറഞ്ഞു നിൽക്കുന്ന സ്കോട്ട്ലാൻഡിലെ ലാർജസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഗ്ലാസ്ഗോയിലോട്ടാട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ പോകുന്ന വഴി ഒരു സർവീസിൽ നിർത്തിയിട്ടോ. നമുക്കിനി ഇവിടുന്ന് ഫ്രഷായി എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാട്ടോ. ഇതുപോലെ തന്നെ മോട്ടോർവേയിൽ കൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ള സർവീസസുകൾ കാണാൻ പറ്റുവേ. അവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നിറഞ്ഞതായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ലോങ് ഡ്രൈവ് പോകുന്നുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആട്ടോ ഇതുപോലെയുള്ള സർവീസസുകൾ. അങ്ങനെ നമ്മൾ സർവീസസിൽ നിന്ന് ഇറങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂറാട്ടോ ഡ്രൈവ് ഉള്ളത്. പോകുന്ന വഴി ഹർഷ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് നാളെയാണ് UK ലോങ്ങസ്റ്റ് ഡേ എന്നുള്ളത്. അതായത് 17 മണിക്കൂറോളം നമുക്ക് ഡേ ലൈറ്റ് ഉണ്ടാവും കേട്ടോ നാളെ. ഞങ്ങൾ 4 പേരും ആദ്യമായിട്ടാട്ടോ സ്കോട്ട്ലാൻഡ് പോകുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് ട്രിപ്പ് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 പേർക്കും നല്ല രീതിയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നേ. വീണ്ടും ഞങ്ങൾ 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് സർവീസിൽ നിർത്തിയിട്ടോ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാട്ടോ. ഡിന്നറിനായിട്ട് ഹർഷ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നേ. എനിക്ക് ഈ ഒരു മൊമെന്റിൽ പണ്ട് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയതാട്ടോ ഓർമ്മ വന്നത്. നമ്മൾ ഫാമിലി എല്ലാവരും കസിൻസും എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി വണ്ടി വഴിയിൽ ഒരു സൈഡിൽ നിർത്തി ഫുഡ് കഴിക്കുന്ന ഒരു ഓർമ്മയൊക്കെ ആട്ടോ പെട്ടെന്ന് വന്നത്. അങ്ങനെ നമ്മൾ സർവീസിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു 3 മണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ സ്കോട്ട്ലാൻഡ് എത്താനായിട്ട്. സ്കോട്ട്ലാൻഡ് എത്താറായപ്പോഴേക്കും ഡേ ലൈറ്റ് വന്നു തുടങ്ങിട്ടോ. ഗൂഗിൾ ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫോണൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. വെൽക്കം ടു സ്കോട്ട്ലാൻഡ് എന്നുള്ള ബോർഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ 8 മണിക്കൂർ ഡ്രൈവിന് ശേഷം സ്കോട്ട്ലാൻഡിലോട്ട് കയറുവാട്ടോ. സംഭവം 8 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നെങ്കിലും 8 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ലായിരുന്നു കേട്ടോ. ആഷിക്കും ചേട്ടനും മാറി മാറി ആട്ടോ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഡ്രൈവ് ചെയ്തത് കൊണ്ടും അവർക്ക് അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിലിരുന്ന ഞാനും ഹർഷയും ആണെങ്കിലും ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഗ്ലാസ്ഗോയിൽ എത്തിയേ. അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റിലോട്ടാട്ടോ പോകുന്നത്. സോ ഗായ്സ്, ഞങ്ങളങ്ങനെ സ്കോട്ട്ലാൻഡ് എത്തി. ക്ഷീണിച്ചു. ഞങ്ങൾ ലോങ് അവേഴ്സ് ഡ്രൈവ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഇടക്കിടക്ക് ബ്രേക്കൊക്കെ എടുത്തു. ഒരു 5 o'clock മോർണിംഗ്. അതെ, ഇനി ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എണീച്ച് റെഡി ആയിട്ട് വേണം ഇറങ്ങാനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് 11 o'clockനാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും. നമ്മുടെ റൂം ഞങ്ങളുടെ റൂം കാണിച്ചിരാവേ. ഇതിപ്പോ ഞാൻ കിടക്കുമ്പോ തന്നെ പകുതിയാവും. പിന്നെ ഹർഷക്ക് കുഞ്ഞി സ്പേസ് മതി. നമ്മൾ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 1 month മുന്നേ തന്നെ നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 140-130 എന്തോ ആയിരുന്നു കേട്ടോ ഈ അപ്പാർട്ട്മെന്റിന് അവർ റേറ്റ് പറഞ്ഞിരുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നേ. ഫുൾ ക്രെഡിറ്റ്സും ഞാൻ ഹർഷക്ക് കൊടുക്കും കേട്ടോ. കാരണം ഹർഷയാണ് ഫുൾ കാര്യവും നോക്കി ചെയ്തത്. ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.